എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കൽ ശ്രീകൃഷ്ണനും അർജുനനും വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ നാരായണനെ കണ്ടു. ശ്രീകൃഷ്ണൻ മറ്റൊരു രൂപത്തിലുള്ള അനന്തമായ ഭഗവാനെ വണങ്ങി. അർജുനൻ ആ ദർശനത്തിൽ വിസ്മയഭരിതനായി ശ്രീഹരിയെ പ്രണമിച്ചു. രണ്ടുപേരും കൈകൾ കൂപ്പി നിന്നു. ബ്രഹ്മാവിൻ്റെയും മറ്റ് ദേവന്മാരുടെയും നിയന്ത്രകനായ ഭഗവാൻ വിഷ്ണു പുഞ്ചിരിയോടെ ആഴത്തിലുള്ളതും ശ്രുതിമധുരവുമായ സ്വരത്തിൽ അവരെ അഭിസംബോധന ചെയ്തു. നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചാണ് ബ്രാഹ്മണപുത്രന്മാരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗഭാക്കുകളാൽ ഭൂമിയിൽ അവതരിച്ചു. ഭൂമിക്ക് ഭാരമായി തീർന്ന രാക്ഷസന്മാരെ എത്രയും പെട്ടെന്ന് നിഗ്രഹിച്ച് നമ്മുടെ സന്നിധിയിലേക്ക് മടങ്ങുക. നിങ്ങൾ രണ്ടുപേരും ഇതിനകം എല്ലാ അനുഗ്രഹങ്ങളും നേടിയിട്ടുള്ള പ്രശസ്തരായ നരനും നാരായണനുമാണ്. എന്നാൽ ലോകക്രമത്തിൻ്റെ പരിപാലനത്തിനായി മറ്റുള്ളവർക്ക് പിന്തുടരാൻ നിങ്ങൾ രണ്ടുപേരും നീതിയുടെ ഒരു മാതൃക ഉണ്ടാക്കി വച്ചിരിക്കുന്നു. തേജസ്വിയായ പരമാത്മാവിനാൽ ആജ്ഞാപിക്കപ്പെട്ട ഇരുണ്ട നിറമുള്ള ആ രണ്ട് വീരന്മാർ, അതായത് ശ്രീകൃഷ്ണനും അർജുനനും, ശ്രീഹരിയുടെ കൽപ്പന സ്വീകരിച്ച് ആ സമ്പൂർണ്ണ സത്തയെ ആദരവോടെ വണങ്ങി. ബ്രാഹ്മണപുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് സന്തോഷത്തോടെ ദ്വാരകയിലേക്ക് മടങ്ങി. അവർ വരുന്ന വഴി ബ്രാഹ്മണന് അവരുടെ പ്രായത്തിനനുസരിച്ച് വളർന്ന പുത്രന്മാരെ തിരിച്ചു നൽകി. ഈ കഥ എല്ലാവരും കേട്ടുകാണുമല്ലോ. എന്നാൽ അവരുടെ പിതാവ് അവരെ കണ്ടതുപോലെ, അതായത് അവരുടെ ജനന സമയത്ത് കണ്ടതുപോലെ ദൃശ്യവൽക്കരിച്ചപ്പോൾ അർജുനൻ അത്യധികം ആശ്ചര്യപ്പെട്ടു. ഒരു മനുഷ്യനിൽ എന്ത് വൈഭവവും പൗരുഷവും ഉണ്ടായാലും അത് ശ്രീകൃഷ്ണൻ്റെ കൃപ കൊണ്ടാണെന്ന് അന്ന് അദ്ദേഹം ശരിയായി മനസ്സിലാക്കി. നന്ദി.